ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മുതൽ കൂടുതൽ നിയന്ത്രണങ്ങളാണ് വരാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. നാളെ നിലവിൽ മൊബൈൽ കടകൾക്ക്, അതുപോലെ തന്നെ മൊബൈൽ കമ്പ്യൂട്ടർ റിപ്പയർ സ്ഥാപനങ്ങൾക്ക്, കടകൾക്കൊക്കെ നാളെ പ്രവർത്തിക്കാവുന്ന ദിവസമാണ്. ഇത്തരം സ്ഥാപനങ്ങൾക്കൊക്കെ നാളെ 4 മണി വരെ പ്രവർത്തിക്കാവുന്നതാണ്. നിലവിൽ രാവിലെ 9 മണി മുതൽ 5 മണി വരെയായിരുന്നു പ്രവർത്തന സമയം ഉണ്ടായിരുന്നത്. പക്ഷെ അവർക്ക് ഈ ഒരു 4 മണി വരെ പ്രവർത്തിക്കാവുന്നതാണ്. 4 മണിക്ക് ശേഷമാണ് കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് കടക്കുന്നത്. അതിനുശേഷം നിലവിൽ ഇപ്പോൾ 4 ദിവസമാണ് കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് ലോക്ക്ഡൌൺ അവസാനിക്കുന്ന, നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ലോക്ക്ഡൌൺ അവസാനിക്കുന്ന 4 ദിവസമാണ് ഇപ്പോൾ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇളവ് അനുവദിച്ചിട്ടുള്ള ഒരു കടകൾക്കും തുറക്കാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ വാഹന ഗതാഗതങ്ങളൊന്നും ഉണ്ടായിരിക്കുകയില്ല. നിലവിൽ ഒരു ട്രിപ്പിൾ ലോക്ക്ഡൌണിന്റെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്ന ആ ഒരു സാഹചര്യം തന്നെ ആയിരിക്കും. കടുത്ത പരിശോധനകളും കാര്യങ്ങളും ഉണ്ടാകും. നിലവിൽ ഭക്ഷ്യസാധനങ്ങൾ വിൽക്കുന്ന കടകൾക്കും, അതുപോലെ തന്നെ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ വിൽക്കുന്ന കടകൾക്ക്, നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ വിൽക്കുന്ന കടകൾക്ക്, ഇത്തരം സ്ഥാപനങ്ങൾക്ക് മാത്രമേ തുറക്കാനുള്ള അനുമതി ഉണ്ടാവുകയുള്ളൂ. പുതിയൊരു ഇളവ് കൂടി വന്നിട്ടുണ്ട്. പുതിയ ഇളവ് എന്ന് പറയുന്നത് കാർഷിക മേഖലക്കാണ്. അതായത് റബ്ബർ മരങ്ങൾ പ്രായമായിട്ടുണ്ടെങ്കിൽ അത് റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പഴയ മരങ്ങൾ വെട്ടിക്കളഞ്ഞ് പുതിയ മരങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി, പുതിയ മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇളവ് കൂടി പുതുതായിട്ട് അനുവദിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഇളവുകൾ കൂടിയുണ്ട്. അപ്പൊ ഈ ഒരു കടുത്ത നിയന്ത്രണം കൊടുത്തിരിക്കുന്നത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഒരു 15% താഴെ എത്തിക്കുക. ഈ ഒരു ദിവസങ്ങളിൽ കൂടുതൽ പരിശോധന ഉണ്ടാവുന്നതായിരിക്കും. അതുപോലെ തന്നെ 9-ാം തീയതിക്ക് ശേഷം കൂടുതൽ ഇളവുകൾ നൽകണമെങ്കിൽ ഈ ഒരു ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വളരെയധികം കുറയേണ്ടതുണ്ട്. കുറയാതെ നമ്മുടെ ലോക്ക്ഡൌൺ ഒരിക്കലും ഒഴിവാക്കുകയില്ല. കേന്ദ്ര സർക്കാരിന്റെ ഒരു നിർദ്ദേശം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10%-ലെങ്കിലും കുറയാതെ പ്രാദേശിക നിയന്ത്രണങ്ങളെങ്കിലും ഒഴിവാക്കരുത് എന്നാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകം 7-ാം തീയതി അവസാനിക്കേണ്ടിയിരുന്ന ലോക്ക്ഡൌൺ വീണ്ടും നീട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ ലോക്ക്ഡൌണും നീട്ടാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. നമുക്ക് ചെറിയ ഇളവുകൾ കിട്ടിയപ്പോൾ പിന്നെയും രോഗം കൂടുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. പല ആളുകളും അനാവശ്യമായിട്ട്, അലക്ഷ്യമായിട്ട് റോഡുകളിൽ ഇറങ്ങി നടക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോഴും ഉണ്ട്. അപ്പം ഈ കാര്യങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളൊന്ന് ഒതുങ്ങിയാൽ മാത്രമേ നമുക്ക് ഈ രോഗത്തെ പിടിച്ചു കെട്ടാൻ കഴിയുകയുള്ളൂ, നമുക്ക് സ്വതന്ത്രമായിട്ട് പുറത്തിറങ്ങി നടക്കാൻ കഴിയുകയുള്ളൂ എന്ന് എല്ലാവരും മനസ്സിലാക്കുക. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.